നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീൺ ജേക്കബ്. ആയിരക്കണക്കിന് ആളുകളുടെ വെയിറ്റ് കുറയ്ക്കുകയും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ സാധിക്കുകയും ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത VFC ഡയറ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അമിതഭാരമുള്ളവരും പൊണ്ണത്തടിയുള്ളവരും അവർ പല രീതിയിലുള്ള അറ്റംപ്റ്റുകളും ചെയ്യും. ജിമ്മിൽ പോകും, ഓൺലൈനിലുള്ള പല മരുന്നുകൾ മേടിച്ച് കഴിക്കും, ഡയറ്റ് നോക്കും, എങ്കിലും പലപ്പോഴും നിരാശയായിരിക്കും ഫലം. അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, കാരണം എനിക്കൊരു 20 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്, പലപ്പോഴും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളോടും ഡോക്ടേഴ്സിനോടൊക്കെ ഞാൻ പറയുന്ന ഒരു വാക്യമുണ്ട്. പല മാരരോഗങ്ങളും ഒരു ഡോക്ടർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അസിഡിറ്റി ആകട്ടെ, അല്ലെങ്കിൽ സ്കിൻ ഡിസീസ് ആയിക്കോട്ടെ, പനി ആയിക്കോട്ടെ, ഒരു ഡോക്ടർക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ 100% ഡോക്ടറിൻ്റെ കൺട്രോൾ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഒബേസിറ്റി. അതിന് താൻ തന്നെ മനസ്സുകൊണ്ട് വിചാരിക്കണം. അപ്പോൾ മെഡിസിൻ അല്ല ഇവിടെ ആവശ്യം. ഒറ്റ കാര്യമാണ് ഇമ്പോർട്ടൻ്റ്: ഡിസിപ്ലിൻ. സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഓവർ വെയ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ വേറൊരു കാര്യമാണ്, ഇതിനൊരു ഷോർട്ട് കട്ട് ഇല്ല, ഒരു ഷോർട്ട് കട്ടും ഇല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു പർവ്വതം കയറണമെങ്കിൽ 10 മണിക്കൂർ എടുക്കുന്ന ഒരു പർവ്വതം കയറാൻ 10 മണിക്കൂർ എടുക്കുമെന്ന് സങ്കല്പിക്കുക. ഇറങ്ങണമെങ്കിൽ ഏകദേശം 8 മണിക്കൂർ എടുക്കും. അതുപോലെയാണ് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ കൊഴുപ്പ്. 20-25 വർഷം കൊണ്ട് അടിഞ്ഞുകൂടിയ കൊഴുപ്പാണ്. ഇത് 10 ദിവസം കൊണ്ട് ഒരിക്കലും നമുക്ക് ഉരുക്കി കളയാൻ സാധിക്കത്തില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്. രണ്ടാമത്തെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി. ഒരു വർഷം, നമുക്കറിയാം പഞ്ചവത്സര പദ്ധതികൾ, ഇന്ത്യ എന്നൊരു രാജ്യം ഡെവലപ്പായത് പല പഞ്ചവത്സര പദ്ധതികളിൽ കൂടിയാണ്. 5 ഇയർ പ്ലാൻസ് ആണ്. അതുപോലെ വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തടിഞ്ഞ ഈ കൊഴുപ്പിനെ ഉരുക്കിക്കളയാൻ നമുക്ക് മിനിമം 5 ഇയർ പ്ലാനെങ്കിലും വേണ്ട, ഒരു 1 ഇയർ പ്ലാൻ എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. അതെൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇന്നേ വരെ ഞാൻ ആരും 10 ദിവസം കൊണ്ട് വെയിറ്റ് കുറഞ്ഞത് കണ്ടിട്ടില്ല, 20 ദിവസം കൊണ്ട് കണ്ടിട്ടില്ല. ചില ആൾക്കാർ വെള്ളം മാത്രം കുടിക്കും 10 ദിവസം, പക്ഷേ 3 കിലോ 4 കിലോ വെയിറ്റ് പെട്ടെന്ന് പോകും. പക്ഷേ 10 ദിവസം കഴിഞ്ഞ് സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ 5 കിലോ വെയിറ്റ് വീണ്ടും റീഗെയിൻ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിന് ഷോർട്ട് കട്ടുകൾ ഒന്നും ഇല്ല. അപ്പോൾ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഏറ്റവും പ്രാക്ടിക്കലായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഡയറ്റാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വളരെയധികം രോഗികളുടെ ഭാരം കൺസിസ്റ്റൻ്റായിട്ട് കുറയ്ക്കാൻ സാധിക്കുകയും രക്തത്തിലെ പഞ്ചസാര 100% എനിക്ക് ഗ്യാരണ്ടി ചെയ്യാം, രക്തത്തിലെ പഞ്ചസാര വളരെ വേഗത്തിൽ കുറയ്ക്കുന്ന ഈ ഒരു ഡയറ്റാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, VFC ഡയറ്റ്. എന്താണ് ഈ VFC? വി സ്റ്റാൻഡ് ഫോർ വെജിറ്റബിൾ. V stand for vegetable. Second, F stand for fat, കൊഴുപ്പുകൾ. C for carbohydrate. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ഡയറ്ററി അപ്രോച്ചാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നത് കർണാടകയാണ്. അപ്പോൾ പണ്ട് ഏകദേശം ഒരു 2007-2008 എൻ്റെ സുഹൃത്തിന് ഗോകർണയിൽ ഒരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന 100 കണക്കിന് ഫോറിനേഴ്സിനെ ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി: അവിടെ ആർക്കും പ്രമേഹമില്ല. ഇത് അതിശോക്തിയല്ല, ഒറ്റ ഒരാൾക്ക് പോലും എനിക്ക് പ്രമേഹം കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ ലോക്കൽ ഗോകർണയിലും ലോക്കലായിട്ടുള്ള അങ്കോള എന്നൊക്കെ പറഞ്ഞാൽ ഗോകർണയുടെ അടുത്തുള്ള സ്ഥലങ്ങളാണ്, അവിടെയൊക്കെ ഞങ്ങൾ ക്യാമ്പുകൾ നടത്തിയപ്പോൾ ഏകദേശം 15 മുതൽ 20% പേർക്ക് പ്രമേഹമുള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതെന്നെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലോട്ട് വന്നു: എന്തുകൊണ്ടാണ് ഈ ഫോറിനേഴ്സിന് ആർക്കും തന്നെ പ്രമേഹമില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലോട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടി. നമ്മൾ കഴിക്കുന്ന അതേ ഭക്ഷണമാണ് അവരും കഴിക്കുന്നത്. അവർ ചോറ് കഴിക്കുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നുണ്ട്, അതുപോലെ നമ്മൾ കഴിക്കുന്ന പോലെ സ്വീറ്റ്സ് അവർ കഴിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇവർക്ക് അമിതവണ്ണവും പ്രമേഹവും വളരെ കുറവാണ്? കാരണം ഇവരുടെ എല്ലാം ഭക്ഷണത്തിന് മുമ്പ് ധാരാളം സലാഡ്സ് ഇവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സലാഡ്സ്, വെജിറ്റബിൾ, ഒരു 300 മുതൽ 500 ഗ്രാമോളം വെജിറ്റബിൾസാണ് ഇവർ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്നത്. അതെന്നെ വളരെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തോ ഈ വെജിറ്റബിൾ കൺസപ്ഷനും ഇവരുടെ അമിതവണ്ണവുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ പഠനം നടത്തി. വെജിറ്റബിൾസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വെജിറ്റബിൾസിൽ കാലറി വളരെ കുറവാണ്. 100 ഗ്രാം വെജിറ്റബിൾസിൽ 20 കാലറി ഉള്ളപ്പോൾ 100 ഗ്രാം അരിയാഹാരങ്ങളിലും ഗോതമ്പിലും മില്ലറ്റിലും അല്ലെങ്കിൽ ബിസ്ക്കറ്റിലൊക്കെ 400 മുതൽ 600 വരെ കാലറി ഉണ്ട്. അപ്പോൾ ഈ സാലഡ് കഴിക്കുമ്പോൾ, ഫസ്റ്റ് നമ്മുടെ പുട്ട് കഴിക്കുന്നതിന് മുമ്പ് സാലഡ് കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 300 മുതൽ 400 ഗ്രാം വരെ വെജിറ്റബിൾസ് നമ്മുടെ സ്റ്റൊമക്കിൽ ഫില്ലാകും. സ്റ്റൊമക്കിൽ ഫില്ലാകുമ്പോൾ സ്റ്റൊമക്കിലെ നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുന്ന ചില ഹോർമോൺസ് ഉണ്ട്.
നമ്മുടെ വയറ്റിലുള്ള ഫുഡ് തലച്ചോറ് അറിയുന്നത് ചില കെമിക്കൽ സിഗ്നൽസിൽ കൂടിയാണ്. ഒരു സിഗ്നൽ തലച്ചോറിലോട്ട് പോകണം. ആ സിഗ്നൽ കൊണ്ടുപോകുന്ന ഒരു ഹോർമോൺ ഉണ്ട്, ഗ്രലിൻ എന്ന് പറയും. 2 ഹോർമോൺസ് ഉണ്ട്. നമ്മുടെ വയറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് സിഗ്നൽ കൊണ്ടുപോകുന്ന 2 ഹോർമോൺസ് ഉണ്ട്. ഈ 2 ഹോർമോൺസാണ് തലച്ചോറിനോട് പറയുന്നത് നിങ്ങളുടെ വയറ്റിൽ ഭക്ഷണം എത്തി എന്നുള്ള വിവരം തലച്ചോറിനെ അറിയിക്കുന്നത്. ആ ഒരു ഹോർമോണിൻ്റെ പേരാണ് ഗ്രലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ. രണ്ടാമത്തെ ഹോർമോണാണ് കൊളിസിസ്റ്റോക്കൈനിൻ. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഒന്ന് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യണേ. ഈ ഗ്രലിൻ എന്ന് പറഞ്ഞ ഹോർമോണും കൊളിസിസ്റ്റോക്കൈനിൻ എന്ന് പറഞ്ഞ 2 ഹോർമോണാണ് നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുന്നത്. ഗ്രലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ നമ്മുടെ തലച്ചോറ് അസംതൃപ്തിയായിരിക്കും ഉണ്ടാകുന്നത്. ഒരിക്കലും സംതൃപ്തരാകത്തില്ല. വീണ്ടും വീണ്ടും കഴിക്കാൻ നമുക്ക് തോന്നും. ചില ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് നിർത്താൻ സാധിക്കത്തില്ല. അത് ഈ ഗ്രലിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കാരണമാണ്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൊളോസിസ്റ്റോക്കൈനിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ തലച്ചോറിലേക്ക് ഒരു സിഗ്നൽ പോവും, നിങ്ങളുടെ വയറ് നിറഞ്ഞിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നത് നിർത്തിക്കോളാനുള്ള ഒരു സിഗ്നലാണ് പോകുന്നത്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങളായിട്ടുള്ള സ്വീറ്റ്സും ചോക്ലേറ്റ്, മുട്ടായി, അല്ലെങ്കിൽ മധുരപലഹാരങ്ങൾ, നെയ്യപ്പം, ഇതേപോലത്തെ കാർബോഹൈഡ്രേറ്റ്, അതായത് പുട്ട്, പൊറോട്ട, ഇവയൊക്കെ കഴിക്കുമ്പോൾ ഗ്രലിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നിർത്താൻ സാധിക്കത്തില്ല. പക്ഷേ പച്ചക്കറിയും ഫാറ്റും കഴിക്കുമ്പോൾ കൊളോസിസ്റ്റോക്കൈൻ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ വിശപ്പ് താനെ കുറയുകയും ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് വളരെയധികമായിട്ട് നമുക്ക് കുറയ്ക്കാനും സാധിക്കും. ഇതാണ് അതിൻ്റെ സിമ്പിൾ ട്രിക്ക്. അപ്പം ഞാൻ ഡെവലപ്പ് ചെയ്തൊരു ഡയറ്റാണ് ഈ ഗ്രലിൻ ആൻഡ് കൊളോസിസ്റ്റോക്കൈൻ എന്ന് പറഞ്ഞ ഈ ഹോർമോണിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ഒരു ഡയറ്ററി പ്രോട്ടോക്കോളാണ്. അതാണ് VFC ഡയറ്റ്. ഫസ്റ്റ് വെജിറ്റബിൾ ഒരു 250 മുതൽ ഒരു 200 ഗ്രാം മുതൽ 1/2 കിലോ വരെ വെജിറ്റബിൾസ് നമുക്ക് അകത്താൻ സാധിക്കും. അത് സലാഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ പുഴുങ്ങിയ വെജിറ്റബിൾസ് ആയിട്ടോ കഴിക്കാം. അപ്പോൾ ഇത് ഈ വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറിൽ കൊളോസിസ്റ്റോക്കൈൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നമ്മുടെ അപ്പറ്റൈറ്റ് സെൻറ്റർ, തലച്ചോറിലുള്ള അപ്പറ്റൈറ്റ് സെൻറ്റർ, വിശപ്പിൻ്റെ സെൻറ്ററിൽ ഒരു സിഗ്നൽ തലച്ചോറിലോട്ട് പാസ് ചെയ്യുകയും തലച്ചോറ് സാറ്റിസ്ഫൈ ആകുകയും ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യം വെജിറ്റബിൾസ്. ഇനി രണ്ടാമത് കഴിക്കേണ്ടത് ഫാറ്റാണ്. വെജിറ്റബിൾ നമുക്ക് ഏത് തരത്തിലുള്ള വെജിറ്റബിൾസ് ഉൾപ്പെടുത്താം. രണ്ടാമത് ഫാറ്റും ഇതേ ഹോർമോണിയാണ് സെക്രീറ്റ് ചെയ്യുന്നത്, കൊളോസിസ്റ്റോക്കൈനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പോർഷൻ ഫാറ്റ് ആയിരിക്കണം. നട്ട്സ് ആകാം, തൈരാകാം, അല്ലെങ്കിൽ നമ്മുടെ ചീസ് ഓംലെറ്റ് ഇല്ലേ, ഓംലെറ്റ് ചീസ് ഇട്ടിട്ടുള്ള ഒരു ചീസ് ഓംലെറ്റ് ആകാം. ഇപ്പോൾ രണ്ടാമത്തെ പോർഷനകത്ത് ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഹെൽത്തി ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള നട്ട്സുകളോ അല്ലെങ്കിൽ ഗ്രേറ്റഡ് കോക്കനട്ട് ആകാം, നെയ്യായിരിക്കാം, അല്ലെങ്കിൽ ചീസ് ഓംലെറ്റ്, നന്നായിട്ട് ചീസ് ഇട്ടിട്ടുള്ള ഓംലെറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഫാറ്റ് കൂടുതലുള്ള തേങ്ങാപ്പാൽ ഉപയോഗിച്ച ഫിഷോ മീറ്റ് ഐറ്റംസോ പ്രോട്ടീൻ റിച്ച് ഫുഡോ ആയിരിക്കാം രണ്ടാമത്തെ പോർഷൻ. അപ്പോൾ ഫസ്റ്റ് പോർഷൻ വെജിറ്റബിൾസ്, രണ്ടാമത്തെ പോർഷൻ ഫാറ്റ് റിച്ച് ഫുഡ്സ്, മൂന്നാമത്തെ പോർഷനാണ് നമ്മൾ ആദ്യം കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. അതായത് പുട്ടും അല്ലെങ്കിൽ പത്തിരിയും ദോശയും വെള്ളയപ്പവും ഒക്കെ മൂന്നാമത്തെ പോർഷനിൽ കഴിക്കണം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് 2 പോർഷൻ കഴിച്ചത് കൊണ്ട്, അപ്പറ്റൈറ്റ് സപ്രസ് ആയതും കൊണ്ട്, കൊളോസിസ്റ്റോക്കൈനിൻ ഹോർമോൺ കഴിച്ചത് കൊണ്ട് നമ്മൾ സാധാരണ ഇഷ്ടപ്പെട്ട നമ്മുടെ ഈ ഫുഡ് ഒരു 30% മാത്രമേ നമുക്ക് കഴിക്കാൻ സാധിക്കത്തുള്ളൂ. ഇവിടെയാണ് അതിൻ്റെ മേജറായിട്ടുള്ള മാറ്റം വരുത്തുന്നത്. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഒരു വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് കൂടി ഇട്ടോ, എങ്കിൽ അതെനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. 100 കണക്കിന് പ്രമേഹ രോഗികളുടെ ബ്ലഡ് ഷുഗർ ഈ ഒരു പാറ്റേണിൽ കൂടി എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. വെജിറ്റബിൾ, സെക്കൻഡ് പോർഷൻ ഫാറ്റ്, തേർഡ് പോർഷൻ കാർബോഹൈഡ്രേറ്റ്. നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് അധികമായാൽ അമൃതവും വിഷമെന്ന്. പക്ഷേ പച്ചക്കറിയും ഫാറ്റും ഇതിനൊരു അപവാദമാണ്. എത്ര കൂടിയാലും നിങ്ങൾക്ക് ഒരു കേടുപാടും സംഭവിക്കത്തില്ല. നിങ്ങളുടെ ആരോഗ്യത്തിന് ഇത് സംരക്ഷിക്കും. താങ്ക് യു വെരി മച്ച്.